MCO7 10ാമത്തെ യൂണിറ്റ് ലീസ് ഫിനാൻസിങ്. നമ്മൾ ഫിനാൻസിങ്ങിൻ്റെ സ്ഥാപനത്തിന് വേണ്ട അസറ്റുകൾ വാങ്ങാനും പല ആവശ്യങ്ങൾക്ക് എങ്ങനെ ഫിനാൻസ് കണ്ടെത്താം എന്നുള്ള ചർച്ചയിലല്ലേ. ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ, ലീസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റാണ്. ഒരു അസറ്റിൻ്റെ ഓണർ തൻ്റെ അസറ്റ് ഉപയോഗിക്കാനുള്ള അതിൻ്റെ റൈറ്റ് മറ്റൊരാൾക്ക് ഗ്രാൻറ്റ് ചെയ്യുന്നതിനാണ് ശരിക്കും ലീസ് എന്ന് പറയുക. സാധാരണ നിശ്ചിത പീരീഡിനുണ്ടാവുക, റിട്ടേൺ ഒരു റെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് പേയ്മെൻറ്റും വേണ്ടി വരും. അപ്പോൾ ഓണർ ഓഫ് ദി അസറ്റ് ഗ്രാൻഡ് അനദർ പാർട്ടി ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ദ അസറ്റ് യൂസ് ചെയ്യാനുള്ള അതിൻ്റെ റൈറ്റ് ഗ്രാൻറ്റ് മറ്റൊരാൾക്ക് ഗ്രാൻറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ലീസിംഗ് എന്ന് പറയുക. അതിന് റിട്ടേൺ റെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേയ്മെൻറ്റ് നടത്തുകയും വേണം. സാധാരണ ചിലപ്പോൾ ഒരു ദിവസത്തേക്കാകാം, ചിലപ്പോൾ എൻ്റർ ദ ലൈഫ് ഓഫ് ദി അസറ്റിൻ്റെ ആ കാലാവധി വരെ മുഴുവനാകാം. പല ടൈപ്പ് ലീസുകളിൽ ചിലപ്പോൾ ആ ലീസിൻ്റെ കാലാവധി കഴിയുന്നതോടുകൂടി ഈ വാടക എടുക്കുന്ന ആൾക്കത് ലെസ്സിക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവാം. അങ്ങനെ പല ടൈപ്പുണ്ട്. എന്തായാലും ലീസ് എഗ്രിമെൻറ്റിൽ ലീസ് നൽകുന്ന ആ ഓണർ ഓഫ് ദി അസറ്റിന് ലെസ്സർന്നും വാടക എടുക്കുന്ന ആൾ യൂസ് ചെയ്യുന്ന ആൾ അയാൾക്ക് ലെസ്സി എന്ന് പറയുന്നു. ഓക്കെ, ലീസിങ് ഹെയർ പർച്ചേസ് തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ വാഹനങ്ങളൊക്കെയാണ് ഹെയർ പർച്ചേസ് ഉണ്ടാവൽ. ലീസിങ് മെഷീനറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷീനറി സാധാരണ ഉണ്ടാവൽ എങ്ങനെയും വരാം. ഹെയർ പർച്ചേസിൽ ശരിക്ക് അയാൾ ഓണർ തന്നെയാണ്, വാടകയ്ക്ക് എടുക്കുന്ന ആൾ ഓണർ തന്നെയാണ്. HP പർച്ചേസിൽ. ലീസിങ്ങിൽ ശരിക്കും അങ്ങനെ ഓണറല്ല, ശരിക്കും അത് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദി യൂസർ ഓഫ് ദി അസറ്റ് ഓർ അല്ലെങ്കിൽ ലെസ് ഈസ് നോട്ട് ദ ഓണർ ഓഫ് ദി അസറ്റ്. ഇവിടെ ഓണറല്ല, എന്നാൽ ഹെയറർ വാടക എടുക്കുന്ന ആൾ ഹെയർ പർച്ചേസ് അഗ്രിമെൻ്റ് അനുസരിച്ച് വാടക എടുക്കുന്ന ആൾ ഒരു ഓണറെ പോലെയാണ്. കാരണം അത് ക്യാഷ് അടച്ചടച്ചോ അവസാനത്തെ പേയ്മെൻറ്റ് അടക്കലോടുകൂടി ഹെയറർ അതിൻ്റെ ഓണറായി മാറുകയാണ്. ശരിക്ക് HP പർച്ചേസിൽ നമ്മൾ വാങ്ങുമ്പോൾ ഓണറാവുന്നില്ല, പക്ഷേ ഓണറെ പോലെയാണ്. കാരണം എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതാണ്. അതുകൊണ്ട് തന്നെ ലെസ്സിക്ക് അതിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഈ താൻ വാടകയ്ക്കെടുത്ത അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എക്സ്പെൻസായി ചുമത്താൻ പറ്റില്ല. പക്ഷേ ഹെയർ അദ്ദേഹത്തിൻ്റെ അസറ്റ് പോലെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ അയാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ചുമത്താൻ പറ്റും. അപ്പോൾ രണ്ടും വ്യത്യാസം, ലീസിങ്ങിൽ വാടക എടുത്തിട്ട് അതിൻ്റെ വാടക കൊടുക്കുന്നു, അതിൻ്റെ ഓണറൊക്കെ അതിൻ്റെ യഥാർത്ഥം നൽകിയ ലെസ്സർ തന്നെയാണ്. എന്നാൽ HP പർച്ചേസിൽ അതൊരു പർച്ചേസ് തന്നെയാണ്, വാങ്ങലോട് നമ്മളതേ ആയി. പക്ഷേ നമ്മുടെ പേരിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കൊണ്ട് വരിക ലാസ്റ്റ് പേയ്മെൻറ്റ് അടക്കലോട് കൂടി മാത്രം എന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെയും ടാക്സ് ഡിഡക്റ്റബിൾ ആണ് ഇയാളുടെ എക്സ്പെൻസ്. ഇവിടെയും രണ്ടും ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, അത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല, കാരണം നമ്മൾ വാടക എടുത്തത് നമ്മളതല്ലല്ലോ. പക്ഷേ ഇവിടെ അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും, കാരണം നമ്മളതിൻ്റെ ഓണറെ പോലെ തന്നെയാണ്. സാധാരണ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻ്റാണ് ഇങ്ങനെ ഉണ്ടാവൽ, സാധാരണ വെഹിക്കിളാണ് ഇങ്ങനെ ഉണ്ടാവൽ. പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്, ഇതൊരു ഡിഫറൻസ് ആക്കി പറയേണ്ടതില്ല. എന്തായാലും HP പർച്ചേസിൽ ഇയാളൊരു ഓണറെ പോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആ അസറ്റ് ബാലൻസ് ഷീറ്റിൽ എഴുതും. മറ്റേതിൽ ഓണറെ പോലെയല്ല, ജസ്റ്റ് അത് എക്സ്പെൻസായി കൊടുക്കുന്നത് ഒരു എക്സ്പെൻസാക്കി മാത്രം കാണിച്ചിട്ട് അസറ്റ് എഴുതൂല. ഇനി അപ്പോൾ ലീസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. സ്ഥാപനത്തിന് ഇപ്പോൾ നമുക്ക് ഒരു വലിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് വലിയൊരു എക്യുപ്മെൻറ്റ് വേണം, 10 കോടിയുടെ ഒരു എക്യുപ്മെൻറ്റ് വേണം. നമ്മൾ ടെക്സ്റ്റൈൽസ് മില്ലോടാണ്. അപ്പോൾ ഈ 10 കോടി നമ്മൾ എങ്ങനെ കണ്ടെത്തും? പല മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഷെയർ ഇഷ്യൂ ചെയ്യുക, ബോണ്ട്, പല മെത്തേഡുകൾ പറഞ്ഞു, ലോങ് ടേം ലോണ്. എന്നാൽ മറ്റൊരു മെത്തേഡാണ് ഈ വലിയൊരു മെഷീൻ വാങ്ങാനല്ലേ 10 കോടി നമുക്ക്. ഈ മെഷീൻ അങ്ങ് വാടക എടുത്താൽ പോരെ, അതോടെ 10 കോടി നമുക്ക് കിട്ടിയില്ലേ. 10 കോടിയുടെ ഉപകാരം നമുക്ക് നടന്നു. ഇതിൻ്റെ വാടക വർഷം നമ്മൾ മാസം കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഫിനാൻസിങ് തന്നെയാണ്. ശരിക്കും ലീസ് ഫിനാൻസിങ്ങിൽ നമുക്ക് ഇങ്ങോട്ട് ഫിനാൻസ് കിട്ടില്ലെങ്കിലും ഫിനാൻസ് കൊണ്ടുള്ള ഉപകാരം നമുക്ക് കിട്ടുകയാണ് ഇങ്ങോട്ട്. അതായത് വലിയ മെഷീനറിയൊക്കെ നമുക്ക് കിട്ടുകയാണ്. ഇനി ലീസിന് ഒരു 4-5 ടൈപ്പ് ലീസുകൾ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, ഡയറക്റ്റ് ലീസിങ്, സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ലിവറേജ്ഡ് ലീസ്. ലീസിങ് സിമ്പിളാണ്, ജസ്റ്റ് കേൾക്കുമ്പോൾ കുറേ പേരെന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ ലീസിങ്, ഓപ്പറേറ്റിംഗ് ലീസിങ് നോക്കാം. ഫിനാൻഷ്യൽ ലീസ് ഓപ്പറേറ്റിംഗ് ലീസ് എന്താ പഠിക്കും. സാധാരണ നമ്മൾ വാടക എടുക്കില്ല, ചിലപ്പോൾ ഒരു ദിവസത്തിനാകാം, ഒരു മാസത്തിനാകാം, 5 ദിവസത്തിനാകാം, എങ്ങനെയാണ് ചെറിയ കാലാവധിക്ക് സാധാരണ എടുക്കുന്ന ലീസിങ്ങാണ് ഓപ്പറേറ്റിംഗ് ലീസിങ്. ആ നിശ്ചിത കാലാവധിക്ക് നമ്മൾ വാടക കൊടുക്കുന്നു, ആ കാലാവധി കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു അസറ്റ് ലെസ്സർക്ക്. എന്നാൽ ഫിനാൻഷ്യൽ ലീസ് അങ്ങനെയല്ല. ഫിനാൻഷ്യൽ ലീസ് പറഞ്ഞാൽ ആ അസറ്റിൻ്റെ കാലാവധി കഴിയുന്നത് വരെ വാടക എടുക്കുകയാണ്.
അതാണ് ഫിനാൻഷ്യൽ ലീസിങ്. അതാണ് ആ ഫിനാൻഷ്യൽ ലീസിങ്ങും ഓപ്പറേറ്റിംഗ് ലീസിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഫിനാൻഷ്യൽ ലീസിങ്ങിൽ ദ ലീസ് പീരീഡ് ഈസ് ജനറലി ഈക്വൽ ടു ദ എക്സ്പെക്റ്റഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് ആ കാലം കഴിയുന്നത് വരെയുള്ള ലീസാണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ലെസ്സിക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ അവർ പർച്ചേസും അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കും. ഏതായാലും തിരിച്ചു കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല അവസാന കാലഘട്ടം ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യൽ ലീസ് സാധാരണ ഉണ്ടാവുക ഹൈ കോസ്റ്റുള്ള എക്യുപ്മെൻറ്റുകളാണ് ഇങ്ങനെ ഫിനാൻഷ്യൽ ലീസ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലീസ്. നമ്മൾ പറഞ്ഞാൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറഞ്ഞ കാലത്തേക്ക് മാത്രം ലീസ് എടുക്കുന്നതിനാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുക. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലീസ് ദ ലീസ് പീരീഡ് ഈസ് ലെസ് ദാൻ ദ എക്സ്പെക്റ്റഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. അതേപോലെ തന്നെ വലിയൊരു വ്യത്യാസം, ഫിനാൻഷ്യൽ ലീസിൽ വാടക എടുത്താൽ പിന്നെ അത് ക്യാൻസലാക്കാൻ പറ്റില്ല, ഒരിക്കലും ക്യാൻസലാക്കാൻ പറ്റില്ല. എഗ്രിമെൻറ്റ് കനോട്ട് ബി ക്യാൻസൽഡ്. പക്ഷേ ഓപ്പറേറ്റിംഗ് ലീസിൽ ക്യാൻസലാക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു വിമാന കമ്പനി അവർക്കൊരു വിമാനമാണെങ്കിൽ അവർ ലീസിന് എടുക്കുകയാണ് ചെയ്യുക വിമാനം. അതിങ്ങനെ ക്യാൻസലാക്കാൻ പറ്റില്ല. അത് ആ വിമാനം ഉപയോഗിച്ച് തീരുന്നവരെ ഒരു 20 കൊല്ലം 30 കൊല്ലത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസ് അങ്ങനല്ല. അപ്പോൾ നമുക്കൊരു വണ്ടി വേണമെങ്കിൽ 2 ദിവസത്തിനോ 3 ദിവസത്തിനോ 5 വർഷത്തിനോ 1 വർഷത്തിനൊക്കെ വാടക എടുക്കുന്നതിനാണ് പറയുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റ് ലീസിങ്ങും സെയിൽ ആൻഡ് ലീസ് ബാക്കും. ആദ്യം സെയിൽ ആൻഡ് ലീസ് ബാക്ക് പറഞ്ഞാൽ ഡയറക്റ്റ് ലീസിങ് നമുക്ക് മനസ്സിലാവും. സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ബിൽഡിങ് വാടക വേണം, അല്ലെങ്കിൽ ഒരു വണ്ടി വാടക വേണം. എൻ്റെ അടുത്ത് ക്യാഷില്ല. അപ്പോൾ ഞാൻ ഒരു വണ്ടി വാങ്ങുന്നു, അല്ലെങ്കിൽ ബിൽഡിങ് ഞാൻ വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് ഞാനത് വാടകയ്ക്ക് നമ്മൾ വാടകയ്ക്കൊക്കെ തരാൻ പറ്റിയ ഒരു പണക്കാരുണ്ടാവും, അയാൾക്ക് ആ വണ്ടി ഞാൻ വിൽക്കുന്നു. ഇപ്പോൾ ഞാൻ 10 ലക്ഷത്തിൻ്റെ ഒരു വണ്ടി വാങ്ങുന്നു. ഞാൻ വാങ്ങുന്ന എവിടെയെങ്കിലും പൈസ ഒപ്പിച്ചിട്ടൊക്കെ ലോണൊക്കെ എടുത്ത് വാങ്ങിയിരിക്കും എന്തായാലും. എന്നിട്ട് എൻ്റെ വണ്ടി ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുന്നു. അപ്പോൾ എനിക്കും എൻ്റെ 10 ലക്ഷം കിട്ടും. എന്നിട്ട് ആ വണ്ടി തന്നെ അയാളോട് ഞാൻ തന്നെ വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ഞാൻ ഇറക്കിയ പൈസ 10 ലക്ഷം കിട്ടി. ഇനി ഞാൻ ഇങ്ങനെ വാടക ഇങ്ങനെ കൊടുത്താൽ മതി, റെൻ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. തിരിഞ്ഞോ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഞാൻ ഓണറായിട്ടുള്ള എൻ്റെ അസറ്റ് ഞാൻ മറ്റൊരാൾക്ക് സെയിൽ ചെയ്യുന്നു. എന്നിട്ടത് ലീസ് ബാക്ക് തിരിച്ച് ലീസിന് എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ എക്യുപ്മെൻറ്റ് വേണമെങ്കിൽ നമ്മളത് വാങ്ങിയിട്ട് എന്നിട്ട് നമ്മുടെ ഒരു ബാങ്കിന് അല്ലെങ്കിൽ ലെസ്സർക്ക് അത് അങ്ങോട്ട് വിൽക്കുക. നമ്മളെ വണ്ടി നമ്മളതിന് പോകുന്നില്ല, നമ്മളതിനെ ഉപയോഗിക്കുന്നതൊക്കെ അയാൾക്ക് നമ്മൾ വാടക കൊടുത്താൽ മതി. അതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അതല്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലാതെ ഡയറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഓണറിൽ നിന്ന് ലീസ് എടുക്കുന്നതിനാണ് ഡയറക്റ്റ് ലീസിങ് എന്ന് പറയുന്നത്. ഒരാളടുത്ത് വലിയൊരു മെഷീനറിയോ അല്ലതുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയുടെ മാനുഫാക്ചർ എടുത്ത് വലിയ മെഷീനറിയോ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അയാളോട് നേരെ വാടകയ്ക്ക് വാങ്ങാം. ഈ ഇടയിൽ നമ്മൾ വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വിറ്റിട്ട് അയാളോട് ഇങ്ങനെ വാങ്ങുന്ന ആ പരിപാടിയില്ല. അതാണ് ഡയറക്റ്റ് ലീസിങ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ലീസിങ്ങും സെയിൽ ആൻഡ് ലീസ് ബാക്ക് മനസ്സിലായല്ലോ. ഓരോന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. അത് ലാസ്റ്റ് ലിവറേജ്ഡ് ലീസിങ്. അത് പുതിയ കാലത്ത് ഇപ്പോൾ അടുത്ത ഇന്ത്യയിലൊക്കെ വന്നൊരു ട്രെൻഡാണ് ലിവറേജ് ലീസിങ്. അതൊന്നുമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വലിയൊരു മെഷീനറി, ഒരു വണ്ടിയോ വാഹനമോ ഒരു വിമാന കമ്പനിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷിപ്പ് വേണം, അങ്ങനെ വലിയ എക്യുപ്മെൻറ്റ് വേണ്ട സമയത്താണ് ഈ സാധാരണ ഈ ലിവറേജ്ഡ് ലീസിങ്. അപ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോടാണ് നിങ്ങൾ വലിയൊരു ഷിപ്പ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് ഇറക്കും, എൻ്റെ കുറച്ച് ക്യാഷ് ഇറക്കും. ഒരു ഷിപ്പിനൊരു 100 കോടി വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 10 കോടി ഞാൻ ഇറക്കും. ബാക്കി 90 കോടി ഞാനൊരു ഫിനാൻഷ്യറെ കയ്യിൽ നിന്ന് കടം വാങ്ങും, ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലെൻഡർ ഉണ്ടാവും, അയാളിൽ നിന്ന് കടം വാങ്ങും. എന്നിട്ട് ഞാൻ ഷിപ്പ് വാങ്ങി നിങ്ങൾക്ക് തരും. ഓക്കെ, സാധാരണ ഈ ലിവറേജ് ലീസിങ് ഹൈ കോസ്റ്റ്ലിയാണ്. കാരണം എൻ്റെ ലാഭവും കിട്ടണം എനിക്ക്, പ്ലസ് ബാങ്കിൽ അടക്കേണ്ട അടവും കിട്ടണം. അത്രയും ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് ചുമത്തും. അപ്പോൾ ശരിക്കും ഇവിടെ 3 പാർട്ടി ഉണ്ടാവും. ഒരു ലെസ്സറായ ഞാനും, ലെസ്സിയായ നിങ്ങളും, പ്ലസ് ഒരു ലെൻഡറും, ഒരു കടം തരുന്ന ബാങ്കോ ഏതെങ്കിലും ഒരാളും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ എക്യുപ്മെൻറ്റ് ഫുള്ളായിട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ഇക്വിറ്റി ക്യാഷ് ഞാൻ ഇറക്കും, പ്ലസ് കുറച്ച് ബാക്കി ലോൺ ഇടും. എന്നിട്ട് അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഷിപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത്രേ വ്യത്യാസമുള്ളൂ ലീവറേജ്ഡ് ലീസിങ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് റെൻറ്റ് ചുമത്തുമ്പോൾ എനിക്ക് ബാങ്കിൽ അടക്കേണ്ട അടവ് പ്ലസ് എൻ്റെ ലാഭം ഇതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യുക. ഇവിടെ 3 പാർട്ടി ഉണ്ടാകും. ലെസ്സി, ലെസ്സർ ആൻഡ് ദ ലെൻഡർ. ദ ലെസ്സർ അക്വയർ ദ അസറ്റ് ആൻഡ് ഫൈൻഡ് ഫിനാൻസ് ദ അസറ്റ് ഇൻ പാർട്ട്ലി ബൈ ഇക്വിറ്റി. ലെസ്സർ അസറ്റിനുള്ള ഫിനാൻസ് കുറച്ച് മൂപ്പർ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യും. റിമൈനിങ് പാർട്ട് ഈസ് ഫിനാൻസ്ഡ് ബൈ ദി ലോങ് ടേം ലെൻഡർ.
ഓക്കെ, പിന്നെ അതാണ് ലിവറേജ് ലീസിങ്. അപ്പോൾ ഈ ലീസിങ്ങിൻ്റെ 5 ടൈപ്പ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ലീസ് ഫിനാൻസ് കൊണ്ടുള്ള മെച്ചം എന്താണ്? ഇങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ ഫിനാൻസ് കണ്ടെത്തുന്നതിലൂടെ മെച്ചം ഒന്ന്, റിസ്ക് ഓഫ് ഓണർഷിപ്പ് ഓഫ് അസറ്റ് ഈസ് അവോയ്ഡഡ്. വാടകയ്ക്ക് എടുക്കുന്നതിലൂടെ അസറ്റിൻ്റെ ഓണർഷിപ്പ് കൊണ്ടുള്ള ഒരുപാട് റിസ്ക്കുകളുണ്ട്, അത് ഒഴിവാകുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ഹൈ കോസ്റ്റ് ഈ ഒരു വലിയ എക്യുപ്മെൻറ്റ്, നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽസ് മില്ല് നടത്തുകയാണ്, അപ്പോൾ വലിയ കോസ്റ്റൊക്കെ ഇൻകറായിട്ട് നമ്മൾ വലിയ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു മെഷീൻ ഒരു പക്ഷേ ഔട്ട് ഓഫ് ഡേറ്റഡായി മാറും, പുതിയ ടെക്നോളജി വരും. അതോടെ നമ്മളെ മെഷീൻ പിന്നെ ആരും വാങ്ങാനുണ്ടാവില്ല, നമുക്കത് ഉപയോഗിച്ച് നമുക്ക് സ്പീഡിൽ മാനുഫാക്ചറിങ് നടത്താനും കഴിയില്ല. അതോടെ ഔട്ട് ഓഫ് ഡേറ്റ് ആവല കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ മെഷീൻ പെട്ടെന്ന് കേടുവരും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റിസ്ക് അതിലൂടെ നമ്മുടെ തലയിലേക്ക് വരും. എന്നാൽ അത് ഓണർഷിപ്പ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ്. എന്നാൽ ലീസാണെങ്കിലോ ഇത് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയാൽ അത് അയാൾക്ക് തന്നെ കൊടുത്താൽ മതി, നമ്മുടെ ലീസ് അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഓണർഷിപ്പ് കൊണ്ടുള്ള ആ ഒരു റിസ്ക് ഒഴിവാകുന്നു. ആൻഡ് കൺവീനിയൻസ് ഓഫ് പേയ്മെൻറ്റ്, സിമ്പിളായിട്ടുള്ള പേയ്മെൻറ്റ്. നമ്മളൊരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലക്ഷങ്ങൾ കൊടുക്കണം, വലിയ എമൗണ്ട്, അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കണം. ആ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ലീസാകുമ്പോൾ. ഓരോ മാസം നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. ടാക്സ് അഡ്വാൻറ്റേജസ്, ഈ ലീസിന് നമ്മൾ കൊടുക്കുന്ന വാടക അത് നമുക്ക് ടാക്സ് ഡിഡക്റ്റബിളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് ആക്കി എഴുതാം. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കുറയും, അതിലൂടെ നമ്മുടെ ടാക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെ? ഒന്ന്, എക്സ്പെൻസീവാണ്. 10 ലക്ഷത്തിൻ്റെ ഒരു മെഷീനറി നമ്മൾ ഡയറക്റ്റ് വാങ്ങുമ്പോൾ 10 ലക്ഷം ആവുള്ളൂ. പക്ഷേ ലീസാണെങ്കിൽ പൈസ കൊടുത്ത് അവസാനം 15-18 ലക്ഷം വരെ ആവും നമ്മൾ കൊടുത്ത് ഒന്നായിട്ട് കൂട്ടി നോക്കുമ്പോൾ. അതുപോലെ സ്ട്രിക്റ്റ് ആക്ഷൻ അഗേൻസ്റ്റ് ഡിഫോൾട്ട്. നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ, വാടക കൃത്യമായിട്ട് അടക്കാൻ കഴിഞ്ഞാൽ, ലസ്സിക്ക് വാടക കൃത്യമായിട്ട് അടക്കാൻ കഴിയാതെ അതിൽ ഡിഫോൾട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ നല്ല ഫൈനോ അല്ലെങ്കിൽ അവർ അസറ്റ് ഒറ്റയടിക്ക് തിരിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ ഒന്നായിട്ട് നിൽക്കുന്ന പ്രശ്നം ഉണ്ടാകും. അതേപോലെ ലെസ്സർ ലോസ് ദ എക്കണോമിക് വാല്യൂ. മറ്റൊരു പ്രശ്നമാണ് ലെസ്സർ, വാടകയ്ക്ക് തരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ട്, അയാളെ എക്കണോമിക് വാല്യൂ നഷ്ടപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓണർഷിപ്പിൻ്റെ റിസ്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാടകയ്ക്ക് തരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു മെഷീൻ 10 വർഷത്തേക്ക് ഒരാളോട് വാടകയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മാസം നമ്മളയാൾക്ക് വാടക കൊടുക്കുന്നു. പക്ഷേ ഈ 10 വർഷം കഴിഞ്ഞാൽ ഈ മെഷീനറി നമ്മൾ അയാൾക്കാണ് തിരിച്ചു കൊടുക്കുന്നു. അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ മെഷീനറി അയാൾക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഔട്ട് ഓഫ് ഡേറ്റ് ആവേ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരെ എന്തും ചെയ്തിട്ട് അയാൾക്ക് ലാസ്റ്റ് ആ മെഷീനറി 10 വർഷത്തിന് ശേഷം കിട്ടുമ്പോൾ ഉപകാരമില്ലാതായി മാറും. അത് ലെസ്സർ ലോസ് ദ എക്കണോമിക് വാല്യൂ, അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഒബ്സോൾസൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം, ലെസ്സറെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞ് തിരിച്ച് കിട്ടുമ്പോൾ അത് ഉപയോഗശൂന്യമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ കോമ്പറ്റീഷൻ, ഈ ലീസിങ് മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ, ഒരുപാട് വാടകയ്ക്ക് നൽകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പോലുള്ള ബെനിഫിറ്റൊന്നുമില്ല, വലിയ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വലിയ ലാഭമൊന്നും അതിൽ കിട്ടുന്നില്ല. ക്വാളിഫൈഡ് പേഴ്സണൽ, അങ്ങനെ കൃത്യമായിട്ട് ലീസിന് കൊടുക്കാൻ പറ്റിയ ആളുകൾ കുറവാണ്. അതായത് ലീസിന് കൊടുക്കണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ലീസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് കൂടിയതാണ്. മറ്റൊരാൾക്ക് വാടകയ്ക്ക് നമ്മൾ അസറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വലിയ വാല്യൂള്ള അസറ്റാണ് മറ്റൊരാളുടെ കയ്യിൽ പെടുന്നത്. പക്ഷേ കൃത്യമായിട്ട് വാടക പലരും അടക്കൂല. പിന്നെ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. കോടതിയിൽ കേസ് ഇങ്ങനെ വർഷങ്ങളോളം കെട്ടി നിൽക്കും, വാടക കിട്ടില്ല. അതോടൊക്കെ നമ്മൾ അസറ്റ് നശിച്ചു പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ ലീസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റിയ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ ക്വാളിഫൈഡ് ആയ ആളുകളുടെ കുറവ്, അതിപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുമ്പം പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതായാലും ഈ ഒരു യൂണിറ്റ് ഇതോടെ അവസാനിച്ചു.